ഈ വീഡിയോയിൽ കാണുന്ന കൊട്ടിയൂരിലെ ചെയ്തികൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. നമസ്കാരം. കൊട്ടിയൂരിൽ അനിയന്ത്രിതമായ തിരക്കാണ്. ഇത് ഇത്തവണ പൊടുന്നനെ സംഭവിച്ചതല്ല. കഴിഞ്ഞ വർഷം തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ടും അതിനാനുപാതികമായ ഒരു പ്ലാനിംഗ് കൊട്ടിയൂർ ക്ഷേത്ര അധികൃതരും സർക്കാരും പോലീസും കൈക്കൊള്ളാത്തത് അക്ഷന്തവ്യമായ തെറ്റാണ്. കേരളത്തെ ദൈവങ്ങളുടെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ കാവുകളും കുളങ്ങളും തെയ്യവും തിറയും ആചാരങ്ങളും അതിലെ വൈവിധ്യങ്ങളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ സംസ്കാരം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആറ്റുകാലം പത്മനാഭസ്വാമി ക്ഷേത്രവും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും അമ്പലപ്പുഴയും വൈക്കം മഹാദേവ ക്ഷേത്രവും ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രങ്ങളും മണ്ണാറശാലയും ഗുരുവായൂരും ശബരിമലയും പറശ്ശിനിക്കടവും തിരുനെല്ലിയും തൃച്ചംബരവും ലോകനാർക്കാവും തുടങ്ങി പ്രശസ്തമായ ക്ഷേത്രങ്ങൾ സർക്കാർ ഖജനാവിലേക്ക് നൽകുന്നത് ട്രില്യൺ കണക്ക് രൂപയാണ്. കേരളത്തിലെ മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് പോകുന്നുണ്ടോ? എന്നിട്ടും ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാനല്ല, പകരം ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുവാനും കുടപിടിക്കുവാനും സർക്കാർ കാണിക്കുന്ന വ്യഗ്രത നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ പല പ്രസിദ്ധ ക്ഷേത്രങ്ങളിലും ദർശനത്തിനായി എത്തുന്ന ഭക്തർ നേരിടുന്ന അവഗണനയുടെ വാർത്തകൾ പലപ്പോഴായി നമ്മുടെ മുന്നിലെത്തിയിട്ടും പ്രതികരിക്കുവാൻ നമ്മൾ കൂട്ടാക്കാത്തത് തന്നെ ഹൈന്ദവ വിശ്വാസികളിലെ ഒത്തൊരുമയില്ലായ്മയാണ്. കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്ന് ഭിന്നിപ്പിച്ച് ഒരു വഴിക്കാക്കിയ സമൂഹമാണ് എത്ര കൊണ്ടാലും പഠിക്കാത്തവർ. കേരളത്തിലെ പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ അനേകം വിദേശികളും അതേപോലെ സ്വദേശികളായ അന്യസംസ്ഥാന ഭക്തന്മാരും വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും. അവിടെയൊന്നും ക്ഷേത്രങ്ങളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ക്ഷേത്ര ചുറ്റുപാടുകളും ആചാര വൈവിധ്യങ്ങളുമാണ് അവരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുവാൻ പ്രേരിപ്പിക്കുന്നത്. കൊട്ടിയൂരിലെ ഈ വീഡിയോയിൽ കാണുന്ന പ്രവൃത്തികൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ആ പ്രവൃത്തി എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലായാലും ശുദ്ധ പോകൃത്തരമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാര വൈവിധ്യങ്ങൾ ലോകത്തിന്റെ മുന്നിലെത്തിച്ചതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ്. പ്രസിദ്ധി മാത്രമല്ല, കുപ്രസിദ്ധിയും വളരെ വേഗത്തിൽ അവിടെ ഇടം നേടും. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിലെത്തിയ ദുരനുഭവം കർണാടകയിൽ നിന്നുള്ള ഭക്തർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനടിയിലെ കമന്റുകൾ ഒട്ടും തന്നെ കേരളത്തിന് ആശ്വാസ്യമല്ല. മേലിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോകരുത് എന്നൊരു കാമ്പയിൻ ഇതിനെ തുടർന്ന് സംസ്ഥാനം വ്യാപകമായി നടക്കുന്നുണ്ട്. കള്ളും കഞ്ചാവും ലോട്ടറിയും മതവും രാഷ്ട്രീയവും മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ജീവിക്കാൻ വേണ്ടി ജീവനും കൊണ്ടോടുന്ന യുവതലമുറ ഏറെയും ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇവയൊക്കെ. അവരുടെ തൊഴിലവസരങ്ങളും ജീവിതവും തുലയ്ക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ മാറരുത്. ഏതോ ഒരു സുഡാപ്പി കർണാടകയിൽ നിന്ന് കൊട്ടിയൂരിലെത്തി ആചാര അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ബംഗാളിൽ നിന്ന് ഇപ്പോൾ ആട്ടിയോടിക്കുന്ന ക്രിമിനലുകളായ ബംഗ്ലാദേശികൾ കേരളത്തിൽ തിരികെ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവ രണ്ടും ചെന്നെത്തുന്നത് ഒരേ ഉത്തരത്തിലായിരിക്കും. അത് മനസ്സിലാക്കാതെ അവിടെ നിന്നെത്തുന്ന ഭക്തരോട് നിങ്ങളുടെ ഇത്തരം തിണ്ണമെടുക്ക് കാണിക്കാതിരിക്കുക. കൊട്ടിയൂർ എന്ന പുണ്യഭൂമിയും ആചാര അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുക. നന്മകളുണ്ടാവട്ടെ.